കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാൽ കോൺഗ്രസിനോ മറ്റേതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിക്കോ എന്നൊരക്ഷരം വിമർശനമായി പറയാനാവുമോ? LDFിൽ നിന്നും ചില കമ്മ്യൂണിറ്റികളെങ്കിലും, പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഒരു വിഭാഗമെങ്കിലും BJPയിലേക്ക് മാറിപ്പോകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളിലൊന്നായിരുന്നു. സ്വർണ്ണപ്പാളി വിഷയം കത്തി നിൽക്കേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമാണ്. UDFും BJPയും പരസ്പരം മത്സരിക്കുകയാണ്. ഇതിൻ്റെ നേട്ടം തങ്ങൾക്കാവണം പരമാവധി ലഭിക്കേണ്ടത് എന്നത്. പുതുക്കലിൻ്റെ മറവിൽ സംഭവിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ സാങ്കത്യമില്ല. അറിയേണ്ടവരെ തന്നെയാണ് ഇരുത്തേണ്ടത്, അറിഞ്ഞിരിക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഹൈക്കോടതി പിടിമുറുക്കിയതോടെ സർക്കാരും പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ്. ഇനിയും കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് വിവരം. ഉന്നതങ്ങളിലേക്ക് അന്വേഷണം നീളുകയും വമ്പന്മാർ അറസ്റ്റിലാകുകയും ചെയ്താൽ സർക്കാരിന് മാത്രമല്ല CPMനും അത് വലിയ തലവേദനയാകുമെന്ന് ഉറപ്പാണ്. ഈ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് സാറാണ് ഒപ്പമുള്ളത്. സാർ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി പിടിമുറുക്കിയിരിക്കുന്നു. അന്താരാഷ്ട്ര ബന്ധം ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പിണറായി സർക്കാർ വെട്ടിലാകുമോ? ശബരിമലയിലെ സ്വർണ്ണപ്പാളി അടർത്തിയെടുത്ത് ഉരുക്കി പണമാക്കി സ്വർണമാക്കി കൊള്ള നടത്തിയത് ഒരു വിശാല പദ്ധതിയുടെ അടിസ്ഥാനത്തിലല്ലേ? ഈ ചോദ്യം ചോദിക്കുന്നത് കോടതിയാണ്. കാരണം അന്താരാഷ്ട്ര കുറ്റവാളികൾ പലപ്പോഴും ക്ഷേത്രങ്ങളുടെ ആസ്തികൾ ലക്ഷ്യമാക്കി നീങ്ങുകയും അത് സമഗ്രമായ അകത്ത് ആളുകളെ പ്ലാന്റ് ചെയ്തുകൊണ്ട് ചങ്ങാത്തം സ്ഥാപിച്ചുകൊണ്ട് തന്ത്രപരമായ ഓപ്പറേഷനിലൂടെ ഒരു ആഗോള ശൃംഖലയുടെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവുമോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും എല്ലാം? ഈ ചോദ്യം ന്യായമായ ചോദ്യമാണ്, ഹൈക്കോടതിയാണ് ഉന്നയിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം തീർച്ചയായും സംസ്ഥാന സർക്കാരിലേക്ക് വിരലുകൾ ചൂണ്ടാൻ, യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു സംഭവം സംസ്ഥാന മുഖ്യമന്ത്രിയോ മന്ത്രിസഭാ അംഗങ്ങളോ ദേവസ്വം ചുമതലയുള്ള മന്ത്രിയോ ഒന്നും തന്നെ നേരിട്ട് അറിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻറ്റ്മെൻ്റ് ആണ് ദേവസ്വം ബോർഡ് ചെയർമാൻ ആൻഡ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും. അങ്ങനെ വരുമ്പോൾ അവരുടെ അനുമതിയോ അറിവോ അനുഗ്രഹാശിസുകളോ ഇല്ലാതെ ഈ സ്കീമിൽ 2019 മുതൽ നാളിത് വരെ വിവിധ സ്റ്റേജുകളിലായി ഇത്രയധികം ഈ പാളികൾ ഇളക്കൽ, സ്വർണം പൂശൽ, വീണ്ടും 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 തന്നെ, അതൊക്കെ എങ്ങനെ സംഭവിക്കും? ഇത് ന്യായമായ ചോദ്യമാണ്. അതുകൊണ്ടാണ് ആ ബന്ധം, അന്താരാഷ്ട്ര ബന്ധം ഇതിന് പിന്നിലുണ്ടോ? ഇതിൻ്റെ രീതിശാസ്ത്രം നോക്കുമ്പോൾ അങ്ങനെയാണ്. ഇതൊരു ശബരിമലയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന ഒരു ഏർലി സൂചനയാണ്. പല ക്ഷേത്രങ്ങളിലും സമാനമായ ഒരു രീതിയിൽ ഏതെങ്കിലും മറഞ്ഞിരിക്കുന്ന കുശാഗ്ര ബുദ്ധികൾ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുന്നത്. ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് പോലും സംശയ നിഴലിലാണ്. അന്വേഷണം ഉന്നതങ്ങളിലേക്ക് പോയാൽ അത് സർക്കാർ എന്നതിനപ്പുറം CPMനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കും? ഇത് സർക്കാരിനും CPMനും കൃത്യമായ പ്രതിരോധം തന്നെയാണ്. വലിയ ഒരു ഭീഷണിയും വെല്ലുവിളിയുമാണ്. കാരണം ദേവസ്വം ബോർഡിന് PS പ്രശാന്ത് ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനെ നിയമിക്കാനുള്ള പ്രൊറോഗറ്റീവ് സംസ്ഥാനത്തിൻ്റെ ഭരണകൂടത്തിനാണ്. പ്രത്യേകിച്ചും പാർട്ടി പരിഗണനകൾക്ക് വിധേയമായി ഭരണകൂടം നിശ്ചയിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാൾ ഒന്നുകിൽ നേരിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഒരു ബോർഡിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റെടുക്കേണ്ടി വരുമല്ലോ. അത് സ്വാഭാവികമല്ലേ? അങ്ങനെയുള്ള ഒരുപക്ഷെ PS പ്രശാന്ത് അറിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിലൂടെയോ താഴെക്കൂടിയോ സൈഡിലൂടെയോ ആവാം ഇതെല്ലാം സംഭവിച്ചു. പക്ഷെ അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. ശബരിമലയിൽ പ്രത്യേകിച്ച് ഇത്രയും കോടികളുടെ ആസ്തിയുള്ള ഒരു റിലീജിയസ് ഷ്രൈനിൽ ഇത്രയും വലിയ കാര്യങ്ങൾ അറ്റകുറ്റപ്പണികളുടെ മറവിൽ, പുതുക്കലിൻ്റെ മറവിൽ സംഭവിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ സാങ്കത്യമില്ല. അറിയേണ്ടവരെ തന്നെയാണ് ഇരുത്തേണ്ടത്, അറിഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ ബലി കൊടുത്തുകൊണ്ട്, ദേവസ്വം ബോർഡിനെ തന്നെ ബലി കൊടുത്തുകൊണ്ട്, ഡിസ്റ്റൻസ് ചെയ്തുകൊണ്ട്, ഒരു ഡീപൊളിറ്റൈസൈസ് ചെയ്ത്, ഞങ്ങൾക്കൊന്നും മറക്കാനില്ല. അതുകൊണ്ടാണ് പുതിയൊരു ദേവസ്വം ബോർഡ്, ഒരു നോൺ പൊളിറ്റീഷ്യനെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചിന്തിക്കുന്നതും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് പാർട്ടിയിലേക്ക്, പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തിരഞ്ഞെടുപ്പ് 6 മാസത്തിനുള്ളിൽ നടക്കണം. ആരോപണത്തിൻ്റെ കുന്തമുന എല്ലാം തന്നെ CPMലേക്കാണ്. ഇവിടെ മറ്റ് കക്ഷികൾ CPI മറ്റ് കക്ഷികളൊക്കെ മിണ്ടാതെ നിൽക്കുകയാണ് CPMലേക്ക്. കാരണം ആ ദേവസ്വം ബോർഡിന് ചുമതലയുള്ള
ദേവസ്വം മന്ത്രിയിലേക്കും CPM-ൻ്റെ പോർട്ട്ഫോളിയോ ആണ്. ഒക്കെ ഈ ആരോപണം വരുമ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ വല്ലാതെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കണം. കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കത്തക്ക രീതിയിലുള്ള വിചാരണയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ, പോലീസ് അല്ലെങ്കിൽ സംവിധാനങ്ങൾ നീളണം. ഇതൊരു നീഡ് അവറാണ്, നിലനിൽപ്പിൻ്റെ വിഷയമാണ്. അതുകൊണ്ടാണ് CPM പ്രതിരോധത്തിലാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തി ഒട്ടുമില്ല. ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ പ്രതിരോധത്തിൽ നിൽക്കവെയാണ് കൂടുതൽ സ്വീകാര്യനായ മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ IAS-നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. ഇത് ജനങ്ങളിൽ നല്ലൊരു സൂചന കൊടുക്കുമോ? നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാൻ കഴിയുമോ സർക്കാരിന്? ദ മോസ്റ്റ് സെൻസിബിൾ ഡിസിഷൻ അതാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത്. പരമ്പരാഗതമായി സ്വന്തം പാർട്ടി ഭരണകക്ഷി, അപ്പോൾ ഇപ്പോൾ അത് CPM ആണല്ലോ, ഭരണകക്ഷിയുടെ ഒരു നോമിനിയെ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് കൊണ്ടുവരിക. അപ്പോൾ അദ്ദേഹവും ആരോപണ വിധേയമാകും. എന്തെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം പോലെയൊന്ന് വരുമ്പോൾ അദ്ദേഹവും ആരോപണ വിധേയമാകും. അദ്ദേഹത്തിനെ പിന്തുണച്ച പാർട്ടിയും അദ്ദേഹത്തെ കൊണ്ടുവന്ന മന്ത്രിയും ഗവൺമെൻറ്റും എല്ലാം തന്നെ പ്രതിരോധത്തിലാകുന്ന അന്തരീക്ഷം ഒഴിവാക്കാനുള്ള ഒന്നാന്തര മാർഗമാണ് ഒരു സിവിൽ സർവൻറ്റിനെ, മുൻകാലങ്ങളിൽ കഴിവ് തെളിയിച്ച, പ്രാഗഭ്യം തെളിയിച്ച ഒരു സിവിൽ സർവൻറ്റിനെ തന്നെ കൊണ്ടുവരിക. ഇത്തരണത്തിൽ പുറത്ത് കേൾക്കുന്ന പേര് സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ K. ജയകുമാർ IAS, മുൻ ചീഫ് സെക്രട്ടറി, ദേവസ്വം കമ്മീഷണറായിരുന്നു അദ്ദേഹം. ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ അടുത്ത് നിന്നുകൊണ്ട് കാണാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് അദ്ദേഹം. വിശ്വാസിയുമാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വിശ്വാസിയായ ഒരാൾ, വിവരമുള്ള ഒരാൾ, വിദ്യാഭ്യാസമുള്ള ഒരാൾ, ഭരണ മികവ് തെളിയിച്ച ഒരാൾ, സർവസമ്മതനായ ഒരാളെങ്കിലും K. ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാൽ കോൺഗ്രസിനോ മറ്റേതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിക്കോ ഖമാന്നൊരക്ഷരം വിമർശനമായി പറയാനാവുമോ? ഏറ്റവും മാതൃകാപരമായ തീരുമാനമാണ്. ഒരുപക്ഷെ അതാണ് വേണ്ടത്. നീഡ് അവർ എന്ന് പറയുന്നത്, ദേവസ്വം എന്ന് പറയുന്ന പൊതു സ്വത്തല്ലേ. അത് ഹിന്ദു മതവിശ്വാസികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വത്തെന്നുള്ള നിലയിൽ തീർച്ചയായും സംശയത്തിന് അതീതമായ ഇടതുപക്ഷ അനുഭാവിയാണ് K. ജയകുമാർ, സംശയമില്ല. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ഗവൺമെൻറ് പ്രൊറോഗറ്റീവാണ്. തങ്ങളുടെ വിശ്വാസ സംഹിതകളെ പിന്തുണയ്ക്കുന്നവർ അവർ പ്രഗത്ഭരായിരിക്കണമെന്നതേ ഉള്ളൂ. പക്ഷെ പക്കാ പാർട്ടിക്കാരനല്ല എന്ന് ഓർക്കണം. അങ്ങനെ ഒരാളെ കൊണ്ടുവരുന്നത് മാസ്റ്റർ സ്ട്രോക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇതിനേക്കാൾ നല്ലൊരു തീരുമാനമെടുക്കാനില്ല. ഇപ്പോഴത്തെ നിലയിൽ K. ജയകുമാർ ഒരുപക്ഷെ നഷ്ടപ്പെട്ട വിശ്വാസ്യത തിരിച്ചു പിടിക്കാനുള്ള, ഒരുപാട് നഷ്ടപ്പെട്ടു. K. ജയകുമാർ വന്നു കഴിഞ്ഞാലും ഈ ഹോണ്ട് ചെയ്യും. ഇത് ദീർഘകാലം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഉറപ്പായും നിൽക്കാൻ സാധ്യതയുള്ള, ഷെൽഫ് ലൈഫുള്ള, ലോഞ്ചിവിറ്റി ഉള്ള, വൈകാരികമായ ഒരു വിഷയം തന്നെയാണ് ശബരിമല വിഷയം. ആചാരലംഘനം എത്ര കാലം നിന്ന് കത്തി. സമാനമായ രീതിയിൽ ഈ മോഷണം, സ്വർണ്ണക്കൊള്ള, മറ്റ് ക്ഷേത്രങ്ങളിലും സമാനമായ കൊള്ളകൾ നടന്നിട്ടുണ്ടോ? ദേവസ്വം ബോർഡിന് കീഴിലുള്ളതും അല്ലാത്തതുമായ ക്ഷേത്രങ്ങളിൽ സമാനമായ കൊള്ളകൾ സംഭവിച്ചിട്ടുള്ളോ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഡിബേറ്റുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും പൊടി പാറും എന്നതിൽ സംശയമില്ല. അവിടെയാണ് K. ജയകുമാർ എന്ന എക്സ് സിവിൽ സർവൻറ്റ് പ്രസക്തനാവുക. സാർ, ശരിക്കും ഈ അയ്യപ്പ സംഗമമൊക്കെ നടത്തി കോൺഗ്രസിനെയും BJP-യും പ്രതിരോധിക്കാൻ നടത്തിയ ശ്രമം ഇപ്പോൾ പിണറായിക്ക് തന്നെ പൊല്ലാപ്പായി മാറുന്ന കാഴ്ചയാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒരു വലിയ ചടുലമായ നീക്കമായിരുന്നു. ഹൈന്ദവ വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 17% നായർ, 13-14% നായർ സമുദായത്തെയും, ഏതാണ്ട് 26-27% കേരളത്തിലെ ഏറ്റവും സിംഗിൾ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്, അങ്ങനെയുള്ള ഈഴവ സമുദായത്തെയും ഒരുമിച്ച് സ്വാമി അയ്യപ്പൻ്റെ പേരിൽ, അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ ഒരുമിച്ച് കൊണ്ടുവരിക. മാസ്റ്റർ ബ്രെയിനാണ്. SNDP-യും NSS-ഉം അത്യപൂർവമായി മാത്രമേ ഏതെങ്കിലും ഒരു കാര്യത്തിൽ യോജിക്കാറുള്ളൂ. ആഗോള അയ്യപ്പ സംഗമം, എന്തെല്ലാം വിമർശനങ്ങൾ ഉണ്ടായാലും രാഷ്ട്രീയമായി CPM-ന് വലിയ സാധ്യതകളാണ്. ഒരു ഹൈന്ദവ സമൂഹത്തിൻ്റെ ഏതാണ്ട് എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ, യോഗക്ഷേമ സഭ എന്ന് വേണ്ട എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണയോടുകൂടി നടന്ന ഒരു കാര്യമാണ്. പങ്കാളിത്തത്തെക്കുറിച്ച് ആക്ഷേപങ്ങളുണ്ട്. എണ്ണം കുറഞ്ഞു പോയി, അതിനുള്ള ചെലവുകളെക്കുറിച്ച്, സ്പോൺസർഷിപ്പിനെ കുറിച്ച് വലിയ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമുണ്ട്. എന്നിരുന്നാലും രാഷ്ട്രീയമായി ഇറ്റ് വാസ് എ കൂ ഫ്രം വിതിൻ, ഒരു വലിയ ടേക്ക് ഓവറാണ്. ആ ഒരു സംഭവം പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രഭ മാഞ്ഞു പോകത്തക്ക രീതിയിലാണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം കൊടുമ്പിരിക്കൊണ്ടത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ LDF-ന് അഡ്വാൻറ്റേജാണ്, വൻപൻ അഡ്വാൻറ്റേജാണ്
UDFന് ഈ മലബാറിലെ മുസ്ലിം വോട്ടും മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ടും പരമ്പരാഗതമായി അപൂർവമായി ലഭിക്കുന്ന ചില ഹിന്ദു വോട്ടുകളും ഒക്കെ കൊണ്ട് കമ്മ്യൂണിറ്റി ബാലൻസിലാണ്. അതനുസരിച്ചൊന്നും അല്ലല്ലോ LDFനും UDFനും വോട്ട് ചെയ്യുന്ന എല്ലാവരും മതമനുസരിച്ചാണോ? അല്ല. പക്ഷേ അങ്ങനെ വോട്ട് ചെയ്യുന്നവരുടെ ഒരു എണ്ണം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ആ നറേറ്റീവ് മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് പ്രതിപക്ഷമെന്ന് ഞാൻ പറയുന്നില്ല, പ്രതിപക്ഷങ്ങൾക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഉറപ്പായി ലഭിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്രയധികം ലഭിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി ലഭിക്കാനുള്ള സാധ്യതയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ഇഷ്യൂസ് ആയിരിക്കണം മുൻപന്തിയിൽ നിൽക്കുന്നത്. ആ തദ്ദേശത്തിലെ ഒരു ഭരണകൂടം ആരായിരുന്നു, അതിനെതിരെയുള്ള ആൻറ്റി ഇൻകംബൻസി അല്ലെങ്കിൽ പ്രോ ഇൻകംബൻസി ഒക്കെ ഫാക്ടേഴ്സ് ആകും. അതുകൊണ്ടാണ് സ്വർണ്ണപ്പാളി വിഷയം കത്തി നിൽക്കേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമാണ്. UDFും BJPയും പരസ്പരം മത്സരിക്കുകയാണ്. ഇതിൻ്റെ നേട്ടം തങ്ങൾക്കാവണം പരമാവധി ലഭിക്കേണ്ടത് എന്നത്. തീർച്ചയായും LDF വൻപൻ പ്രതിരോധത്തിൽ തന്നെയാണ്. നേരത്തെ ലഭിച്ച അഡ്വാൻറ്റേജ്, അയ്യപ്പ സംഗമത്തിലൂടെ ലഭിച്ച അഡ്വാൻറ്റേജ് ഈ സ്വർണ്ണപ്പാളി വിവാദ അന്വേഷണത്തിലൂടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ, അതിൻ്റെ വ്യാപ്തി അനുദിനം എന്നോണം വർദ്ധിക്കുകയാണ്. ഇപ്പോൾ ആദ്യം ഏതാനും വ്യക്തികളിലേക്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ചില വ്യക്തികളിലേക്ക് മാത്രം ഒതുങ്ങി, മുരാരി ബാബു ഒക്കെ, അത് കൂടുതൽ ഇടത്തേക്ക് ഇപ്പോൾ ഇതാ ദേവസ്വം ബോർഡ് മെമ്പേഴ്സിലേക്ക്, ഇനി രാഷ്ട്രീയ നേതാക്കളിലേക്ക്, ഒരുപക്ഷെ ഭരണകൂടത്തിലെ മന്ത്രിമാരിലേക്ക് ഒക്കെ നീങ്ങുകയാണെങ്കിൽ, വരും ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നീങ്ങുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് തീർച്ചയായും ഇപ്പോഴത്തെ നിലവിലെ BJP എന്ന പ്രതിപക്ഷത്തിനും കോൺഗ്രസ് UDF എന്ന പ്രതിപക്ഷത്തിനും ഒക്കെ തന്നെ ആയിരിക്കും. സാർ, ഇപ്പോഴത്തെ ഈ ആരോപണങ്ങളും വിവാദങ്ങളും എല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാലിടറുമോ CPMന് അല്ലെങ്കിൽ LDFന്? തദ്ദേശ തിരഞ്ഞെടുപ്പിനെ വേറിട്ട് കാണണം എന്നത് എൻ്റെ വിനീതമായ അഭിപ്രായം. അത് പങ്കുവയ്ക്കട്ടെ. തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്തിനാണ്? ലോക്കൽ വിഷയങ്ങൾ, ഒരു നഗരത്തിൻ്റെ, ഒരു ഗ്രാമത്തിൻ്റെ, ഒരു ചെറിയ നഗരത്തിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ലോക്കൽ ഇഷ്യൂസാണ് യഥാർത്ഥത്തിൽ വികേന്ദ്രീകൃതമായ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രവർത്തിക്കേണ്ടത്. ഉദാഹരണത്തിന് ഒരു കോർപ്പറേഷൻ, ആ കോർപ്പറേഷനിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ലൈറ്റ് മെട്രോ വരുന്നു. അത് ആ പദ്ധതിയാണ്, അത് കൊണ്ടുവന്നത് ആരാണ്, അതിൻ്റെ നൂലാമാലകൾ, അത് ആ നഗരവുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? ആ നഗരത്തിലെ ഏത് നഗരമാണോ എടുക്കുന്നത്, ആ നഗരത്തിൻ്റെ ഇപ്പോഴത്തെ കൗൺസിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ആ നഗരസമിതി സഭ, അതിലെ അംഗങ്ങളുടെ പ്രവർത്തനം, വാർഡിലെ ജനപ്രതിനിധികളുടെ ഇതുവരെയുള്ള പ്രവർത്തനം, അവർ ആക്സസിബിൾ ആണോ, ഇതൊക്കെയാണ് അടിസ്ഥാനപരമായ കാര്യം. അവിടെ LDFന് കാലിടറുമോ എന്നതാണല്ലോ ചോദ്യം. LDFന് കാലിടറാൻ സാധ്യത കുറവാണ്. ജനറൽ ആൻറ്റി ഇൻകംബൻസിയുടെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു ചെറിയ ശതമാനം പ്രാദേശികമായി LDFനെതിരെ വീശാൻ അത് തടയാൻ ആവില്ല, അത് ഉറപ്പായി ഉണ്ടാകും. പക്ഷെ അതിനെ മറികടക്കുന്ന രീതിയിൽ LDFന് ചരിത്രപരമായി എപ്പോഴും കാണുന്ന ഒരു സംഘടനാ സംവിധാനമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെ, പ്രത്യേകിച്ച് ക്ഷേമ പദ്ധതികൾ സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ചതാണെങ്കിലും ഓരോ വാർഡിലും അതിൻ്റെ ബെനിഫിഷ്യറീസ് ഉണ്ടെന്ന് ഓർക്കണം. അപ്പോൾ വിവിധങ്ങളായ തദ്ദേശ വിവിധങ്ങളായ പദ്ധതികളുടെ ബെനിഫിറ്റ്സ് ഇതുണ്ട് 1 കോടിയോളം ആളുകളിലേക്ക് ശമ്പള രൂപത്തിലും പെൻഷൻ രൂപത്തിലും മറ്റാനുകൂല്യങ്ങളുടെ രൂപത്തിലും ക്ഷേമ പെൻഷനുകളുടെ രൂപത്തിലും എല്ലാം എത്തുന്നതാണ്. ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് എടുക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിനാണ്. കാരണം അവരാണല്ലോ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൻ്റെ ഭരണകൂടം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അത് ജനങ്ങളിലേക്ക് കാഡറുകളുടെ സഹായത്തോടുകൂടി, അണികളുടെ സഹായത്തോടുകൂടി, പ്രവർത്തകരുടെ സഹായത്തോടുകൂടി ഓരോരുത്തരെ ഓരോ ക്ഷേമ പെൻഷൻ ലഭിക്കുമ്പോഴും ഇത് തങ്ങളുടെ സർക്കാരാണ്, പിണറായി സർക്കാരാണ് തന്നത് എന്ന ഓർമ്മ വേണം. അതൊക്കെ മേലെ ചിന്തിച്ച് ഇത് പിണറായിയുടെ പേഴ്സണൽ ഗിഫ്റ്റ് അല്ല, മറിച്ച് ഇത് സംസ്ഥാനത്തിൻ്റെ നികുതിദായകരുടെ പണം അല്ലെങ്കിൽ കേന്ദ്ര ഫണ്ട് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നൽകപ്പെടുന്ന സംസ്ഥാന സർക്കാർ നിമിത്തമാകുന്നതേ ഉള്ളൂ. അത്രയും വിശാലമായി ചിന്തിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ടാവും? അതുകൊണ്ട് ഇതിൻ്റെ രീതിശാസ്ത്രം, മുൻകാലങ്ങളിലെ രീതിശാസ്ത്രം നോക്കിയാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, നഗരസഭാ തിരഞ്ഞെടുപ്പ്, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലൊക്കെ LDFന് സാമാന്യ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം ഈ ഭരണവിരുദ്ധ വികാരം ആഞ്ഞു വീശിയില്ല. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള, അല്ലെങ്കിൽ ഭൂരിപക്ഷം കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും നഗരസഭകളും ഇപ്പോൾ ഭരിക്കുന്ന LDF ആണ്, അവർക്കെതിരെയുമുള്ള ഭരണവിരുദ്ധ വികാരം ആഞ്ഞു വീശുന്നില്ല എങ്കിൽ LDFന് കാര്യമായ സാധ്യതകളുണ്ട്. LDFും UDFും തമ്മിൽ കൃത്യമായ നല്ല പോരാട്ടത്തിലാണ്. അതുകൊണ്ട് UDFന് വലിയ എഡ്ജൊന്നും ഉണ്ടാകാൻ, നിയമസഭയിലേക്ക് ഒരുപക്ഷെ അങ്ങനെ ആവണമെന്നില്ല. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ മെയിൻ ബെനിഫിഷ്യറി അവിടെ UDF ആയിരിക്കും, BJP ആയിരിക്കില്ല. BJP നില മെച്ചപ്പെടുത്തും, തീർച്ചയാണ്. BJP വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. അതേസമയം ഗ്രാസ് റൂട്ട് ലെവലിൽ ലോക്കൽ ഇഷ്യൂസ് ആവും സംസാര വിഷയം, ആവണം സംസാര വിഷയം.
അവിടെ നേട്ടമുണ്ടാക്കാൻ LDF കഴിയും. എന്നാൽ ഭൂരിപക്ഷം കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും LDF പിടിച്ചെടുക്കുമെന്ന് ഞാൻ പറഞ്ഞുവെന്ന് അർത്ഥമാക്കേണ്ടതുമില്ല. കാരണം അത് ലോക്കൽ ഫാക്ടേഴ്സിനെ കൂടി ആസ്പദമാക്കിയിരിക്കും. പക്ഷേ തീരെ മോശമാവില്ല LDFന്റെ പഞ്ചായത്തുകളുടെ, കോർപ്പറേഷനുകളുടെ, നഗരസഭകളുടെ പ്രകടനം. 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്താണ്. ശബരിമല സ്വർണ്ണക്കൊള്ള BJPയും കോൺഗ്രസും പലവിധ സമരങ്ങൾ നടത്തി ആക്രമണം കടുപ്പിക്കുന്ന കാഴ്ച കാണുന്നു. ആർക്കാകും ഇത് നേട്ടമാകുക? സ്വാമി അയ്യപ്പൻ ആത്യന്തികമായി ആരെ പുൽകും, ആർക്ക് തണലേകും? ഇതാണല്ലോ ചോദ്യം. 3 ക്ലെയിമൻസ് ആണ് അയ്യപ്പ സംഗമത്തിന്റെ അടിസ്ഥാനത്തിൽ LDFും. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് UDFും BJPയും പരസ്പരം മത്സരിച്ചും ശബരിമല ഒരു രാഷ്ട്രീയ വിഷയമാക്കാൻ ഉള്ള എല്ലാ സാധ്യതയും കാണുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പ്രതിരോധത്തിൽ നിൽക്കുന്നത് LDFും നേട്ടത്തിൽ നിൽക്കുന്നത് UDFും BJPയുമാണ്. ഇവിടെ UDFിൻ്റെയും BJPയുടെയും സാധ്യതകളെക്കുറിച്ചാണല്ലോ ചോദ്യം. ഇതാരാണ്? സ്വർണ്ണപ്പാളി വിവാദമൊക്കെ വരുന്നതിന് മുൻപ് ആചാര സംരക്ഷണം, ആചാരം, ശബരിമലയിലെ സ്ത്രീ പ്രവേശനം, ആ പ്രവേശനം കൊണ്ട് സംഭവിച്ച ആചാര ലംഘനം, അത് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ ആദ്യം ചാടി ഇറങ്ങിയത് BJPയാണ്. ഒപ്പം സമുദായ സംഘടനകൾ NSSും SNDPയും ഒക്കെ തന്നെ സംരക്ഷണ യാത്രകളും വലിയ രീതിയിലുള്ള പ്രയാണങ്ങളും എല്ലാം നടത്തി. അത് ഉഴുതിട്ട BJP ഉഴുതിട്ട അന്നത്തെ CPM വിരുദ്ധ, പിണറായി വിരുദ്ധ, സംസ്ഥാന സർക്കാർ വിരുദ്ധ ആ ഒരു മനസ്സിൻ്റെ പ്രയോജനം ലഭിച്ചത് UDFിനാണ്. പ്രത്യേകിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 20-ൽ 19 സീറ്റുകളും തൂത്തുവാരി. LDFിന് കേവലം 1 സീറ്റാണ് ലഭിച്ചത് എന്നുകൂടി ഓർക്കണം. അത് വീണ്ടും അതേപോലെ ഒരു സാഹചര്യം ആവർത്തിക്കുമോ? അതോ BJP അന്ന് നേട്ടമൊന്നും ഉണ്ടാക്കിയില്ല. BJP ഇംപ്രൂവ് ചെയ്തു, ടാലി ഇംപ്രൂവ് ചെയ്തു, BJPയുടെ വോട്ട് ഷെയർ കൂട്ടി. പക്ഷേ സീറ്റ് ഷെയർ ഒന്നും തന്നെ കൂട്ടാൻ സാധിച്ചില്ല. അവിടെ ഒന്നും 0-ൽ നിന്നു സീറ്റ് ഷെയർ. കാരണം സീറ്റ് ജയിച്ചു വരണം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ജയിച്ചു വരണമെങ്കിൽ അതിന് മറ്റ് പല ഫാക്ടേഴ്സ് ഇല്ലേ. പഞ്ചായത്തിൽ അങ്ങനെയല്ല. LDFിൽ നിന്നും ചില കമ്മ്യൂണിറ്റികളെങ്കിലും, പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഒരു വിഭാഗമെങ്കിലും BJPയിലേക്ക് മാറിപ്പോകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളിലൊന്നായിരുന്നു. ആ ട്രെൻഡ് തുടരുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ശബരിമല വിവാദത്തിൽ LDFിനോട് അകൽച്ച ഉള്ള മതവിശ്വാസികൾ, അത് നായർ കമ്മ്യൂണിറ്റി ആകാം, ഈഴവ കമ്മ്യൂണിറ്റി ആകാം, മറ്റ് ഹിന്ദു സമൂഹങ്ങളാകാം, ഇനി ഹിന്ദു സമൂഹത്തിന് പുറത്തു നിൽക്കുന്ന മറ്റ് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഈ ഗവൺമെൻറ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തതിനോടുള്ള വിയോജിപ്പ് കൊണ്ടാവാം. അങ്ങനെയെങ്കിൽ അവരിൽ ഒരു നല്ല പങ്ക് BJPയിലേക്ക് മാറും. അങ്ങനെയെങ്കിൽ പഞ്ചായത്ത് വാർഡുകൾ, നഗരസഭാ വാർഡുകളിൽ മുന്നേറ്റം സംഭവിക്കാൻ, ചെറിയ ചെറിയ വാർഡുകൾ ജയിച്ചു വരാനാണ് എളുപ്പം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സുരേഷ് ഗോപി 75,000 വോട്ടിന് തൃശ്ശൂർ ജയിച്ചത് അത്യത്ഭുതകരമായ കാര്യമാണ്. അത് വൻപൻ നേട്ടമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ലോക്കൽ തലത്തിൽ BJPക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. അത് LDFിൽ നിന്നും ഒരിക്കലും വോട്ടുകൾ BJPയിലേക്ക് പോവില്ല എന്ന പഴയ സിദ്ധാന്തം ഇന്ന് അപ്രസക്തമാണ്. UDFിൽ നിന്നും ചില വോട്ടുകൾ BJPയിലേക്ക് പോകാം, LDFിൽ നിന്നും BJPയിലേക്ക് പോകാം. അതുകൊണ്ട് BJP നില ഉറപ്പായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മെച്ചപ്പെടുത്തും. തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഏറ്റവും വലിയ ഉരകല്ലായി വരുന്നത്. അവിടെ BJPക്ക് പ്രതിരോധത്തിൽ വരുന്ന ഒരു ആത്മഹത്യ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ പ്രതിരോധത്തിലാവുന്നുവെങ്കിലും സീറ്റുകൾ 35-ൽ നിന്ന് 101 അംഗ കോർപ്പറേഷനിൽ 31-ൽ നിന്ന് 35-ൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുള്ള സാധ്യത കാണുന്നു. ഒരുപക്ഷെ അവർ ഭരണത്തിൽ വരും എന്ന് BJP ആഗ്രഹിക്കുന്നു. അത് തടയാൻ പരമാവധി LDFും UDFും പോസ്റ്റ് ഇലക്ഷൻ എന്തെങ്കിലും സഹകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ ഞാൻ അത്ഭുതപ്പെടില്ല, പ്രേക്ഷകരും അത്ഭുതപ്പെടാനുള്ള സാധ്യതയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഏതാനും പഞ്ചായത്തുകൾ പിടിക്കാൻ, ഏതാനും നഗരസഭകൾ പിടിക്കാൻ ഒക്കെ BJPക്ക് അവസരമുണ്ടാകുന്ന രീതിയിൽ ഈ ഒരു സ്വർണ്ണപ്പാളി വിഷയം മാറി നിൽക്കുന്നു. അതൊരു വലിയ വിഷയം ആയി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയാണെങ്കിൽ, പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായി അതൊന്നും ആയിരിക്കില്ല, ലോക്കൽ വിഷയങ്ങൾ തന്നെ ആയിരിക്കും, എങ്കിലും സാധ്യതയുണ്ട്. പക്ഷേ UDFിന് ആശ്വസിക്കാൻ വകയുണ്ട്. കാരണം ഇടതുപക്ഷത്തിനെതിരെ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏത് തലത്തിലാണെങ്കിലും പ്രധാന പ്രതിപക്ഷ കക്ഷി കോൺഗ്രസ് ആണല്ലോ. അതുകൊണ്ട് കോൺഗ്രസിനും ആശിക്കാൻ, ആഗ്രഹിക്കാൻ വക ഇല്ലാതില്ല. നന്ദി സാർ. നമുക്കിനി BJPയുടെ ഒരു രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്കത് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.